തോൽക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കും. ഞങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ശത്രുത പത്തി വിരിച്ചാടാൻ തുടങ്ങുന്നത് ഇനിയാ നന്ദിനി. സ്വാതിയുടെ ജീവിതം കൊണ്ടുള്ള ജീവൻ മരണ കളിയാ ഇനി നടക്കാൻ പോകുന്നത്. പക്ഷേ വിട്ടുകൊടുക്കില്ല സ്വാതി, മരണം വരെ. ഒരു കാര്യം ഉറപ്പാ, സ്വാതി ഗർഭിണിയല്ല. നന്ദിനിയാ അവളെ ഈ കള്ളക്കളിന്ന് രക്ഷപ്പെടുത്തിയെടുത്തത്. ഈ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡില് ഒരു വര മാത്രമേ ഉള്ളൂന്ന് നമ്മൾ പറഞ്ഞിട്ടും നീലി വിശ്വസിക്കാത്തതാ കഷ്ടം. എന്തൊരു മരമണ്ടം ഭർത്താവ്. ഈ കള്ളത്തരം നാളെ നമ്മൾ പൊളിക്കും. ഹെൽത്ത് സെന്ററിൽ നിന്ന് വരുന്ന നഴ്സ് അവളെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് അവളുമാർക്കൊരു സൂചന പോലുമില്ല. അപ്രതീക്ഷിതമായി മുന്നിലെത്തുന്ന ആശാ വർക്കറുടെയും നഴ്സുമാരുടെയും മുന്നിൽ സ്വാതിയുടെ കള്ളഗർഭം പൊളിയും. നീലിന്റെ മുൻപിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. സ്വാതി പറഞ്ഞ കള്ളക്കഥ എല്ലാവരുടെയും മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. സ്വാതിയെ നീല് ഇവിടെ നിറക്കി വിടും. പിന്നെ നീയും ഞാനുമാണ് ഇവിടുത്തെ അധികാരികൾ. ആരാ? എന്റെ പേര് സുജാത. ഇവിടെ അടുത്തുള്ള പബ്ലിക് ഹെൽത്ത് സെന്ററിലെ നഴ്സാണ്. ഇത് രഞ്ജിത, ആശാ വർക്കറാണ്. രഞ്ജിതയാണ് ഇവിടെ ഒരു ഗർഭിണി ഉണ്ടെന്നുള്ള കാര്യം വന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിന് നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടുന്ന് ആരെങ്കിലും സിസ്റ്റേഴ്സിനെ വിളിച്ചായിരുന്നോ? അങ്ങനെ ആരും വിളിച്ചിട്ട് വരുന്നവരല്ല ഞങ്ങൾ. ഇത് ആരോഗ്യ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ്. ഞങ്ങളുടെ ഹെൽത്ത് സെന്ററിന്റെ ഏരിയയിലുള്ള ഗർഭിണികളായ സ്ത്രീകളുടെ പരിചരണം ഞങ്ങളുടെ ചുമതലയാണ്. അല്ല, സ്വാതി എവിടെ? അത് പിന്നെ ഏട്ടത്തി, ഞങ്ങൾക്ക് സ്വാതിയുടെ പ്രഗ്നൻസി ഒന്ന് പരിശോധിക്കണം. പിന്നെ ഗർഭകാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്വാതിയെ പറഞ്ഞു മനസ്സിലാക്കുകയും വേണം. അയ്യോ അതൊന്നും വേണ്ട. പ്രഗ്നൻസി ഉണ്ടോന്ന് ഞാൻ തന്നെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതാ. പിന്നെ ഏട്ടത്തിക്ക് വെയിറ്റിനൊന്നും ഒരു കുറവുമില്ല. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ശ്രീദേവി ആന്റി ഈ ആഴ്ച തന്നെ എന്തായാലും വരും. ബാക്കി കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. അതിന് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട. അയ്യോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങളുടെ PH സെന്ററിന്റെ ഏരിയയിലുള്ള പ്രഗ്നന്റ് ആയ സ്ത്രീകളെ കുറിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ റിപ്പോർട്ട് നൽകണം. അതിന് ഞങ്ങൾക്ക് സ്വാതിയെ കണ്ടേ പറ്റൂ. അയ്യോ, നിങ്ങൾ വന്ന സമയം തെറ്റിപ്പോയി. ഏട്ടത്തി ഇവിടെ ഇല്ല. അവരെവിടെ പോയി? ഒന്ന് പുറത്തു പോയതാ. വൈകിട്ടേ വരൂ. നിങ്ങൾ വന്ന കാര്യം ഞാൻ സ്വാതി ഏട്ടത്തിയോട് പറയാം. അപ്പൊ ശരി. സ്വാതിയുടെ കാണുമെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്. ആര് പറഞ്ഞു? അതെ, ഞങ്ങളാ പറഞ്ഞത്. എന്റെ സിസ്റ്ററെ, സ്വാതി ഇവിടെ തന്നെയുണ്ട്. അപ്പൊ ഈ കുട്ടി കള്ളം പറഞ്ഞതാണോ? എന്തിനാ കുട്ടി ഇങ്ങനെ കള്ളം പറയുന്നത്? അത് പിന്നെ നന്ദിനി കളവ് പറഞ്ഞതല്ല. സ്വാതി പുറത്തുപോയിട്ട് തിരികെ വന്ന കാര്യം നന്ദിനി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. സ്വാതി ഇവിടെ തന്നെയുണ്ട്. ഗൗരി, ഇവരെ സ്വാതിയുടെ റൂമിലേക്ക് കൊണ്ടുപോകും. വാ സിസ്റ്ററെ, ഞാൻ കാണിച്ചു തരാം. വാ. ഹാ, നീ എവിടെ നിന്നേ? എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അവരെ തിരിച്ചുവിടാനല്ലേ? നടക്കില്ല മോളെ. നിന്റെയൊക്കെ കള്ളക്കളി പൊളിക്കാൻ തന്നെയാ അവര് വന്നത്. നീയും സ്വാതി എന്ത് കരുതി ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാവുന്നോ? നിന്റെ സ്വാതിയുടെ കള്ളഗർഭം ഇന്നത്തോടെ വെളിച്ചത്ത് വരും. പിന്നെ അവള് ഈ വീടിന് പുറത്താ.
സ്വാതി, നിന്നെ കാണാൻ രണ്ടുപേര് വന്നിട്ടുണ്ട്. കേറി വാ. ഇവരൊക്കെ ആരാന്ന് നിനക്ക് മനസ്സിലായോ? ഇവരിവിടുത്തെ പബ്ലിക് ഹെൽത്ത് സെന്ററിലെ നഴ്സും സോഷ്യൽ വർക്കറുമാ. ഇവരെന്തിനാ എന്നെ കാണാൻ വന്നത്? കുട്ടി ഗർഭിണിയാണെന്ന് ഇവർ ഞങ്ങളോട് പറഞ്ഞു. ഈ നാട്ടിലെ ഗർഭിണികളുടെ ആരോഗ്യവും പരിചരണവും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്. അതിനാദ്യം സ്വാതിയുടെ പ്രഗ്നൻസി ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. എന്റെ ഈശ്വരാ, ഇനി എന്താ ചെയ്യാ? കുട്ടി ഈ മിഷനിലൊന്ന് കയറിയിരുന്നേ, ഞങ്ങളെ വെയിറ്റ് ഒന്ന് നോക്കട്ടെ. എന്താടീ നിനക്കൊരു മടി? കള്ളത്തരം പൊളിയോന്ന് വിചാരിച്ചിട്ടാണോ? ഏട്ടത്തി, ഇത് ഇവരുടെ പ്ലാനിങ്ങാ. ഇതിന് ഏട്ടത്തി നിന്ന് കൊടുക്കരുത്. അതേടി, ഇതേ ഞങ്ങളുടെ പ്ലാനിങ് തന്നെയാ. നിന്റെ കള്ളഗർഭം പൊളിക്കാനുള്ള പദ്ധതി തന്നെയാ. ദേ, ഇവള് പരിശോധിച്ചതുപോലെയൊന്നും അല്ല. ഇതേ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിലെ നഴ്സാ. ഇവരുടെ പരിശോധനയിൽ നിനക്ക് ഗർഭം ഉണ്ടെന്ന് കണ്ടാൽ ഞങ്ങൾ നിന്നെ അംഗീകരിക്കും. ഈ ഗർഭകാലം മുഴുവനും നിന്നെ ഞാൻ ശുശ്രൂഷിക്കാം. കേറി നിക്കടി ആ മെഷീനിലേക്ക്. എന്ത് പരിശോധനയ്ക്ക് ഞാൻ നിൽക്കും. പക്ഷെ ഇതൊരുമാതിരി ആൾക്കൂട്ട വിചാരണ പോലെ ആക്കരുത് സിസ്റ്ററെ. ഇവരെ ഈ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രമേ ഞാൻ എന്തിനും ഉള്ളൂ. നിങ്ങൾക്കിത് ഡ്യൂട്ടിയാ. പക്ഷേ ഇവരെന്നെ കരുതി കൂട്ടി ആക്ഷേപിക്കാനുള്ള പുറപ്പാടില്ല. അതെ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പരിശോധനകളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. അതെന്താ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പരിശോധിച്ച? ആ, ഞങ്ങളെ ഇവിടെ തന്നെ നിൽക്കും. ഇങ്ങനെ തന്നെ അങ്ങ് പരിശോധിച്ചാ മതി. അത് പറ്റില്ല. നിങ്ങൾ വെളിയിൽ ഇറങ്ങിയേ പറ്റൂ. ശരി ഗൗരി, വാ. നിങ്ങളോടും കൂടിയാ പറഞ്ഞത് ആ വാതിലടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കും. എന്താടി, നിന്നെ അവളെ ഇറക്കി വിട്ടോ? ഇന്ന് അവളുടെ കള്ളത്തരവേ ഞങ്ങൾ പൊളിക്കും. ആ നേഴ്സും ആശാവർക്കറും ഞങ്ങളുടെ ആൾക്കാരാ. ആയിരിക്കും. ആ, ദാ ഇതിൽ യൂറിൻ എടുത്തിട്ട് വരും. അയ്യോ, നീ വല്ലാതങ്ങ് വിയർക്കുന്നുണ്ടല്ലോ നന്ദിനി. വേർക്കട്ടെ, അല്ലെങ്കിൽ തന്നെ ഇന്നിനി ഒരുപാട് വേർക്കാനുള്ളതല്ലേ. സ്വാതിയുടെ ഗർഭത്തിന്റെ കാവൽക്കാരിയല്ലേ നന്ദിനി. ഇവിടെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വാതി തോറ്റു. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല സ്വാതി. മനസ്സിലായില്ല. സ്വാതിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. എന്താ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം ദൂരെ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്തു വന്നപ്പോഴേക്കും സ്വാതി വണ്ടി കയറി പോയിരുന്നു. ആരാ നിങ്ങള്? സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. അതെ, ഞാനിപ്പോ വന്നത് പുറത്ത് നിൽക്കുന്നവർ പറഞ്ഞതുപോലെ സ്വാതിയെ ദ്രോഹിക്കാനല്ല, ഒന്ന് കാണാനാ. അതിന് ഞാൻ സ്വാതി, ഞാൻ ഓട്ടോ ഡ്രൈവർ ഓമനക്കുട്ടന്റെ ഭാര്യയാ, സുജാത.
സത്യത്തിൽ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാട്ടോ. ഒന്ന് കാണണമെന്ന് ഞാൻ ഓമനക്കുട്ടനോട് പറഞ്ഞിരുന്നു. അത് ഓമനക്കുട്ടേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാ ഞാൻ വന്നത്. സന്തോഷായി, ഒന്ന് കാണാൻ സാധിച്ചല്ലോ. ചേച്ചിക്ക് പാരവയ്ക്കാനായി പുറത്തു നിൽക്കുന്ന വേദയും ഗൗരിയും കൂടി എന്നെ വന്ന് സമീപിച്ചത്. കാര്യം പറഞ്ഞു വന്നപ്പോഴാ അത് സ്വാതി ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാൻ അറിഞ്ഞ ഭാവം നടിച്ചില്ല കേട്ടോ. എനിക്ക് സുജാതയോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യമൊക്കെ എനിക്കറിയാം. സ്വാതി ചേച്ചി ഗർഭിണിയല്ലെന്നല്ലേ? അതെ, അതെങ്ങനെ മനസ്സിലായി? ഞാനൊരു നേഴ്സല്ലേ ചേച്ചി. ഇതുപോലെ എത്ര ഗർഭിണികളായ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുള്ളതാ. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. സുജാത, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഗർഭിണിയാണെന്ന് കളവ് പറഞ്ഞത് മനഃപൂർവ്വമല്ല, ഒരു അബദ്ധത്തിൽ പറ്റിയതാ. എന്നെ കടിച്ചു കയറാനാ ഗൗരിയും വേദയും പുറത്തു നിൽക്കുന്നത്. ഒക്കെ എനിക്കറിയാം. പുറത്തു നിൽക്കുന്നവരോട് പറയേണ്ട രീതിയിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചോളാം. സ്വാതി ചേച്ചി സമാധാനായിട്ടിരിക്കും. അധികം താമസിക്കാതെ എല്ലാരോടും സത്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ കുരുക്കിന്ന് ഒഴിവാകാൻ നോക്ക്. എനിക്കറിയാം, ഓരോ നിമിഷം താമസിക്കും തോറും അപകടം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ അച്ഛനോടും ഏട്ടനോടും എനിക്കിത് പറയാൻ കഴിയുന്നില്ല. ഞാൻ ആവുന്നത് ശ്രമിച്ചു നോക്കി. ഞാൻ അമ്മയാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാ അവരെല്ലാം. ആ സന്തോഷത്തിന് മുന്നിൽ ഞാൻ നിസ്സഹായായിപ്പോയി. സാരമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും എത്രയും വേഗത ഭർത്താവിനോട് പറയണം. ഇല്ലെങ്കിൽ അതും അത് ജീവിതം തകരാൻ. സുജാത, പുറത്ത് നിൽക്കുന്നവരോട് നീ എന്താ പറയാൻ പോകുന്നത്? അവരെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഞാനോ നേഴ്സല്ലേ ചേച്ചി. അവരോട് പറയാനുള്ളതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ വിശ്വസിപ്പിക്കാനുള്ള തെളിവും എന്റെ കയ്യിലുണ്ട്. തെളിവോ? എന്ത് തെളിവ്? അതൊക്കെയുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം. എന്ത് തെളിവ് കാണിച്ച് തൽക്കാലം രക്ഷപ്പെട്ടാലും അത് പിടിക്കപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട. സൂക്ഷിക്കണം. കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതം തീർന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് ഭർത്താവിനോട് പറഞ്ഞ് ഈ ടെൻഷൻ ഒഴിവാക്കണം. ഒരു കള്ളം ഒരു തവണ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ആ കള്ളത്തിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കേട്ടിടത്തോളം ചേച്ചിയുടെ ഭർത്താവ് നല്ലൊരാളാ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഒരബദ്ധം ഏത് ഭർത്താവും ക്ഷമിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇടയ്ക്ക് ഞാൻ വരാം. വാ, പോകാം. ഇത്രയും സമയം ഇവളുമാര് അതിനകത്ത് എന്തെടുക്കുക? ശരി. അവളെവിടെ ആ സ്വാതി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തായി സിസ്റ്റർ, ഇവളുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തോ? ആ, ചെയ്തു. എന്നിട്ട് അവൾക്ക് ഗർഭം ഇല്ലല്ലോ അല്ലേ? ഇവളുടെ കള്ളഗർഭം പൊളിഞ്ഞല്ലോ അല്ലേ? നിങ്ങളുടെ വാക്ക് കേട്ട് സ്വാതിയുടെ കള്ളത്തരം പൊളിക്കാൻ തന്നെ ഞാനും വന്നത്. പക്ഷേ എന്റെ ധാരണ തെറ്റായിപ്പോയി. തെറ്റിയോ? എങ്ങനെ തെറ്റി? സത്യത്തിൽ സ്വാതി ഗർഭിണി തന്നെയാ. ഇല്ല, ഞങ്ങളിത് വിശ്വസിക്കില്ല. നിങ്ങളെ ഇവിടെ എന്തു പറഞ്ഞോ മയക്കിയത് ഈ കള്ളം പറയാൻ? നിങ്ങൾ ഇവരുടെ കൂടെ കൂടിയല്ലേ? ഞങ്ങൾ ആരുടെയും കൂടെ കൂടിയിട്ടില്ല. ഗവൺമെന്റ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് ഡ്യൂട്ടി ചെയ്യാനാ.
ആ ഡ്യൂട്ടിയാ ഞങ്ങൾ ചെയ്തത്. പരിശോധനയിൽ സ്വാതി ഗർഭിണി തന്നെയാണെന്നാ തെളിഞ്ഞത്. അതിനെന്താ തെളിവ്? ചേച്ചി, ഇതെങ്ങനെ സംഭവിച്ചു? ഗർഭിണിയായ സ്വാതിയെ എത്രയും പെട്ടെന്ന് വേണ്ട മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തണം. കുറച്ച് അയൺ ടാബ്ലറ്റ്സും ഒരു ടോണിക്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സമയാസമയത്ത് നിങ്ങളത് എടുത്തു കൊടുക്കണം. അപ്പൊ ശരി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. വേദേ, ഇതിലെന്തോ ചതിയുണ്ട്. അവളുമാരെ വിടരുത്. വാ. സ്വാതിയെടുത്തി, ഇതെങ്ങനെ സംഭവിച്ചു? ഓ ഭാഗ്യം, എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു ഞാൻ. എന്നാലും ആ 2 വര അതെങ്ങനെ വന്നു? ഗർഭിണി ആയതുകൊണ്ട്. അതെങ്ങനെ? ദേട്ടത്തി, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? എടി, ആ നേഴ്സ് ആരാന്നറിയോ നിനക്ക്? ഇല്ല. ഓട്ടോക്കാരൻ ഓമനക്കുട്ടന്റെ ഭാര്യയാ. ഓ അങ്ങനെ. അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇന്നലെ പ്രഗ്നന്റ് ആയ വേറെ ആരെയോ ടെസ്റ്റ് ചെയ്ത കാർഡാ അവരെ കാണിച്ചത്. ഓ ഈശ്വര, രക്ഷപ്പെട്ടു. ഇല്ല നന്ദിനി, ഇപ്പോഴാ നമ്മൾ കൂടുതൽ കുഴപ്പത്തിലായത്. ഭയപ്പെടേണ്ടത് ഇനിയാണ്. സിസ്റ്ററെ, നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ അല്ലേ? പരിശോധിച്ചപ്പോ തെറ്റിപ്പോയതൊന്നും അല്ലല്ലോ? പരിശോധനയിലൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ സംശയിച്ചത് ശരിയല്ല. സ്വാതി ഗർഭിണിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നിമിഷ നേരം കൊണ്ട് ആ മുറിക്കുള്ളിൽ എന്ത് മാജിക്കാ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അവള് ഗർഭിണിയല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാ. എവിടെയോ എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ഞങ്ങളെ ചതിച്ചല്ലോ അല്ലേ? അങ്ങനെ ചതിക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ ഇവിടേക്ക് വരുമായിരുന്നു. സ്വാതി ഗർഭിണി തന്നെയാ. അല്ലെങ്കിൽ ഒരിക്കലും പ്രഗ്നൻസി ടെസ്റ്റ് കാർഡില് 2 വര വീഴില്ല. അത് നിങ്ങളും കണ്ടതല്ലേ? നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ആ കുട്ടിയെ ആദ്യത്തെ 3 മാസം നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ഒഴിവാക്കിയിട്ട് കഴിയുമെങ്കിൽ ആ കുട്ടിക്ക് താഴെ ഒരു റൂം റെഡിയാക്കി കൊടുക്കണം. നിങ്ങളിവിടേക്ക് കൊണ്ടുവന്നതേ അവളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വഴി പറയാനല്ല, അവളുടെ ഈ കള്ളഗർഭം പൊളിക്കാനാ. കള്ളഗർഭമാണെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷെ പരിശോധനയിൽ സ്വാതി ഗർഭിണി തന്നെയാ. ഇനിയിപ്പോ ഗർഭിണിയുടെ പരിചരണത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ. അതെ, ഒരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. അവളുടെ ഈ ഗർഭം ഇല്ലാതാക്കി കളയാൻ വല്ല വഴിയുണ്ടോ? അതെ, ഇതുവരെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടത് നിങ്ങളെ അവര് പറ്റിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു ആയുഷ്കാലത്തിന്റെ പ്രാർത്ഥനയുടെ പുണ്യമാ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും. അങ്ങനെ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ച നിങ്ങൾ ഇനി ഭാവിയിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇനി സ്വാതിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ മാത്രമേ ഞങ്ങൾ സംശയിക്കൂ. ആ കുഞ്ഞിന് ഇനി ഒരു അപകടവും വരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. എത്രയും പെട്ടെന്ന് അവരൊരു ഡോക്ടറെ കാണിച്ച് ചെക്കപ്പും മറ്റു കാര്യങ്ങളും തുടങ്ങണം. നാളെ നിങ്ങൾക്കും ഈ കാര്യങ്ങൾ വേണ്ടതാണെന്നുള്ളൊരു ഓർമ്മ വേണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചാൽ മതി. വാ ചേച്ചി. ഇതിപ്പോ പേരെടുക്കാൻ വന്ന പതിച്ചി ഇരട്ട പറ്റതുപോലെ ആയല്ലോ. അവള് ഗർഭിണിയല്ലാന്ന് ഉറപ്പിക്കാൻ വിളിച്ചിട്ട് ഇപ്പൊ ഗർഭിണിയാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഗൗരി. സ്വാതി അവരെ എങ്ങനെയോ ബ്രെയിൻ വാഷ് ചെയ്തെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ടെസ്റ്റ് കാർഡിൽ എങ്ങനെ 2 വര വന്നത്? ഗർഭിണി അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കൂ? എന്ത് മാജിക്ക് കാണിച്ച് അവരെ കൊണ്ടിത് പറയിച്ചതെന്ന് അവളോട് തന്നെ ചോദിക്കാം. വാ. മാറിയോ? എന്ത്? അല്ല,
നിങ്ങളുടെ സംശയം മാറിയോന്ന്. രണ്ടുപേരും കൂടെ പോയി അവരെ കുത്തി ഇളക്കിക്കൊണ്ട് വന്നതാണല്ലേ? എന്നിട്ടിപ്പൊ എന്തായി? എല്ലാത്തിനുള്ള മറുപടി അവര് തന്നെ തന്നില്ലേ? എന്റെ ആരോഗ്യ സംരക്ഷണം ഇനി നിങ്ങളുടെ ചുമതല. അങ്ങനെയല്ലേ അവര് പറഞ്ഞിട്ട് പോയത്? എന്ത് കൊടുക്കാവെന്ന് പറഞ്ഞാണ് നീയൊക്കെ ആ നേഴ്സിനെ മയക്കിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നിന്റെ ഉള്ളിലൊരു കുഞ്ഞിന്റെ ചെറിയ തുടിപ്പ് പോലുമില്ല. ഒന്ന് നീ ഓർത്തോ, ഇന്ന് ഞങ്ങൾ തോറ്റു. പക്ഷെ ഇനിയും ഇതുപോലെ പരീക്ഷണങ്ങളുമായിട്ട് ഞങ്ങൾ നിന്റെ പിന്നാലെ ഉണ്ടാവും.